റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഡിസംബർ 5, 6 തീയതികളിൽ സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്ത്, മുന്നേ തന്നെ ഈ സൂചനകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുമ്പോൾ അതെന്തൊക്കെയാണുള്ളത്? സ്വാതി, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രതിരോധ രംഗത്തടക്കമുള്ള നിരവധി കരാറുകൾ ഈ ഉച്ചകോടിയിൽ ഒപ്പുവെക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചന. അതുപോലെ ആണവോർജ്ജ രംഗത്തുള്ള സഹകരണമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. മിനി ആണവ റിയാക്ടറുകൾ, കൂടംകുളത്തിനേക്കാട്ട് കുറഞ്ഞ രീതിയിലുള്ള ആണവ റിയാക്ടറുകൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങും. അതിൻ്റെ സാങ്കേതിക വിദ്യ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യയുമായി ആണവ സഹകരണമാണ് ഈ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയം തന്നെ. ആയുധങ്ങൾക്ക് പുറമെ ഇപ്പോൾ തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട്. റഷ്യൻ ആണവ ഊർജ്ജത്തിൻ്റെ സെമി സ്ഥാപനങ്ങൾ, അതായത് ആണവ ഊർജ്ജ സ്ഥാപനങ്ങൾ വാങ്ങുന്നതോടുകൂടി തന്നെ അത് അന്താരാഷ്ട്ര തലത്തിന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കണം. അമേരിക്ക കൂടുതൽ പ്രകോപിതമാവും എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നത്, ഇന്ത്യയുമുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് ഇന്ത്യയിൽ നിന്ന് പുടിൻ. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് റഷ്യ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം തന്നിരിക്കുന്നു. ഡിസംബർ മാസത്തിൽ ആദ്യ ആഴ്ച തന്നെ ഇന്ത്യയിൽ 5-6 തീയതികൾ ഇന്ത്യയിൽ റഷ്യൻ പ്രസിഡന്റ് ഉണ്ടാകും. റഷ്യൻ പ്രസിഡന്റ് അപൂർവം മാത്രമായിട്ടാണ് പുറത്തേക്ക് ഇരു രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നത്. അതുമാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് ഒരു ദിവസം തങ്ങുന്നത് വളരെ അത്യപൂർവം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചൈനയിൽ പോലും ഒരു ദിവസം അദ്ദേഹം തങ്ങിയിരുന്നില്ല. അദ്ദേഹം പിറ്റേന്ന് 24 മണിക്കൂർ കൊണ്ട് തിരിച്ചുപോയി. ഇത് 48 മണിക്കൂർ ആണ് ഇന്ത്യയിൽ അദ്ദേഹം ചെലവഴിക്കുന്നത് എന്നത് രാജ്യങ്ങൾ, അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഉറ്റുനോക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര വലിയ നിർണായകമൊരു കൂടിക്കാഴ്ചയാണ്. ഒരു ഭാഗത്ത് നിന്ന് ട്രംപിൻ്റെ തീരുവ, മറുഭാഗത്ത് അമേരിക്ക ഇന്ത്യക്ക് മേൽ കൂടുതൽ ഉപരോധ സമാനമായ കാര്യങ്ങൾ നടത്തുന്നു. H-1 വിസ അടക്കമുള്ള ഇതിൽ ഇന്ത്യക്ക് പ്രത്യേകമായി തീരുവ അല്ലെങ്കിൽ തീർച്ചയായും ഈ ഘട്ടങ്ങളിലൊക്കെ പുടിന്റെ സന്ദർശനം അതിനിർണായകം തന്നെയാണ്. എന്താണെങ്കിലും അതിലെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്കെത്തുന്നത്. ഡിസംബർ 5, 6 തീയതികളിലായാണ് പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുക. ശരത് ലാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.